ജീവിതത്തെക്കുറിച്ച് ചില ഉറച്ച തീരുമാനങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ വിജയവും കൂടെയുണ്ടാവും എന്ന് കേട്ടിട്ടുണ്ട്. ചെറുതുരുത്തിയിലെ ഉണ്ണിയുടെ കഥ ഇക്കാര്യം ഉറപ്പിക്കുന്നു. SSLC പരീക്ഷ 2 തവണ തോറ്റ് പഠനം ഉപേക്ഷിച്ച ഉണ്ണിക്ക് ഇപ്പോൾ ബിരുദങ്ങൾ നിരവധിയാണ്. കൂടാതെ മികച്ച വിദ്യാഭ്യാസ വിദഗ്ധനും മികച്ച അധ്യാപകനും കവിയും ഗ്രന്ഥകാരനുമാണ്. ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് KP ഉണ്ണി എന്ന ഈ അധ്യാപകൻ ഒരു എഴുത്തുപുര തന്നെ പണിതിരിക്കുകയാണ്. ജോലിയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ എത്തുന്നു. വീട്ടിൽ മാതാപിതാക്കളും ഭാര്യയും 2 മക്കളും. നേരം പുലരും മുൻപേ ഈ എഴുത്തുപുരയിലിരുന്ന് എഴുത്തും വായനയുമാണ്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് പുസ്തകങ്ങളോട് വലിയ നീരസമായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ്സിൽ ഏറ്റവും കുറച്ചു മാർക്ക് വാങ്ങി 2 തവണ തോറ്റു. 2ാം തവണ എഴുതുമ്പോൾ അനുജനും കൂടെ ഉണ്ടായിരുന്നു. അനുജൻ ഭംഗിയായി ജയിക്കുകയും ഏട്ടൻ ഭംഗിയായി തോൽക്കുകയും ചെയ്തു. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഗവൺമെൻറ് ജോലിക്കാർ, യൂണിവേഴ്സിറ്റി, ബാങ്ക് ടീച്ചേഴ്സൊക്കെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഏതൊരു വീട്ടിൽ ചെന്നാലും ആദ്യം ആ വീട്ടിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ബന്ധുക്കളായാലും അല്ലെങ്കിൽ സുഹൃത്തുക്കളായാലും, നീ ഇപ്പോൾ എന്താ ചെയ്യണേന്ന്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സൊക്കെ തോറ്റ് നടക്കുകയാണ്. അപ്പോൾ അത് അവരടുത്ത് നമ്മൾ പറയുകയാണ്, ഇപ്പോൾ ഞാൻ 10ാം ക്ലാസ്സൊക്കെ തോറ്റ് നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഉടനടി അവർ ചോദിക്കുന്ന ചോദ്യം അടുത്തത് എന്താണെന്ന് എനിക്കറിയാം, നീ എന്താ എങ്ങനെയായി എന്ന്. അപ്പോൾ ഈ ഒരു ചോദ്യം ആണ് ശരിക്കും എന്നെ മാറ്റി. ചിലപ്പോൾ ഇങ്ങനെയാണ് മനുഷ്യർ അടിമുടി മാറുന്നത്. ജീവിതത്തെക്കുറിച്ച് സ്വയം ചോദ്യങ്ങൾ ചോദിക്കുക, അപ്പോൾ ഉത്തരങ്ങൾ മുന്നിലെത്തും. അങ്ങനെ SSLC എഴുതി ഉയർന്ന മാർക്ക്, പിന്നെ പ്രീ ഡിഗ്രി, BA ഫിലോസഫി, B.Ed, LLB, പിന്നെ ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം, പബ്ലിക് റിലേഷൻസ്, ജേർണലിസം, ഹിന്ദി, സംസ്കൃതം, തമിഴ്. ഉണ്ണിമാഷിന്റെ അച്ഛൻ സ്വകാര്യ സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥനായിരുന്നു, അമ്മ അധ്യാപികയും. ഞങ്ങൾ വീട്ടിലിരുന്ന് ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഞാൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കണ്ട, വേറെ കുട്ടികൾക്ക് അപ്പോഴും പിരിയിരിക്കില്ല. പിന്നെ ഇവിടെ ഈ ട്രെയിനിങ് സ്കൂളിൻ്റെ മോഡൽ സ്കൂൾ ആണ് ഇവിടെ അടുത്തുള്ളത്. ഇപ്പം അവൻ വർക്ക് ചെയ്യണ സ്കൂൾ തന്നെ. അപ്പോൾ അവിടെയുള്ള ടീച്ചേഴ്സൊക്കെ ഇവിടെ അടുത്ത വീടാവുക കാരണം എല്ലാവരും ഉച്ചയ്ക്ക് ലെഷർ ടൈമിലൊക്കെ ഇവിടെ വരും. അങ്ങനെ എല്ലാവരുമായിട്ട് വളരെ ഒന്നിച്ച് ഞങ്ങളൊരു കുടുംബം മാതിരി, ആ ഫാമിലി അധ്യാപക കുടുംബം മാതിരി ഇങ്ങനെ വന്നിട്ടുള്ളതാണ്. ചെറുതുരുത്തിയിലെ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകനാണ് ഇപ്പോൾ ഉണ്ണി. മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടി. എങ്കിലും ഇപ്പോഴും ഏതു ജോലിയും ചെയ്യാൻ തയ്യാറാണ്. നന്നായി ക്ലാസ് എടുക്കുക. പിന്നെ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഓരോ കൊല്ലവും പ്രിപ്പയർ ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ ക്ലാസ്സിൽ പറയാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ ഞാൻ വളരെ സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്, വളരെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നേരത്തിൻ്റെയൊക്കെ കുറേ പ്രശ്നമുണ്ട്. പിന്നെ എല്ലാ തരത്തിലുള്ള ഇപ്പോൾ ഗവൺമെൻറ് ഇതിൽ തന്നെ ഇപ്പോൾ ഇതിൻ്റെ കോഴ്സുകൾ, അതേപോലെ കരിക്കുലം റിവിഷൻ, അതിനൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട് എല്ലാത്തിനും. ഉണ്ണിമാഷ് ഇതിനകം 15ലേറെ പുസ്തകങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലും. സിനിമാ നടൻ കലാഭവൻ മണിയുടെ ആത്മകഥ, കുറേ കവിതാ സമാഹാരങ്ങൾ, ഒട്ടേറെ വിവർത്തനങ്ങൾ, ഭക്തിഗാനങ്ങൾ. ഇംഗ്ലീഷിലെ പുസ്തകങ്ങൾ എക്സെൻട്രിക് തോട്ട്സ്, ഗാർലൻഡ് ഓഫ് മിത്തിക്കൽ സ്റ്റോറീസ്, ദ സ്ട്രെയിറ്റ് ലൈൻ എന്നിങ്ങനെ. ഇവയേറെയും ഭാഷാ പഠനങ്ങളാണ്. SSLC പരീക്ഷ 2 തവണ തോറ്റയാൾ ഇംഗ്ലീഷിൽ പുസ്തകം എഴുതുന്നതറിഞ്ഞ് പലരും പറഞ്ഞിരുന്നു ഭ്രാന്തായിരിക്കുമെന്ന്. പക്ഷേ ഇന്ന് ഉണ്ണിമാഷ് ഭാഷ പഠിപ്പിക്കുന്നതിൽ വിദഗ്ധനാണ്. ഇംഗ്ലീഷ് പഠിക്കുക അത്ര വലിയ സാഹസമൊന്നുമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു തരും. ഇംഗ്ലീഷിൻ്റെ ഒരു ബേസ് ഉണ്ടാവുക ഒന്ന്. പിന്നെ രണ്ടാമത് അതിൽ നമുക്ക് ഒരു കാരണവശാലും ഒരു മടിയില്ലാതിരിക്കുക. എന്ത് പറയാനും നമുക്ക് മടിയില്ല. അല്ല, നമ്മൾ ഒരാൾ ചോദിക്കുമ്പോഴേക്കും നമ്മൾ പറയുമോ തെറ്റുമോ എന്നൊക്കെ ആലോചിച്ചാൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ബേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ 3 നമ്മുടെ ടെൻസുകളുണ്ടല്ലോ, പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഈ ടെൻസുകൾ കറക്റ്റ് അതിൻ്റെ 12 ഫോംസ് പഠിച്ചാൽ ഒരുമാതിരിയൊക്കെ നമുക്ക് പറയാം. പിന്നെ അതുമ്പോൾ തന്നെ അതിനെ ക്വസ്റ്റ്യൻ ആക്കാം, പിന്നെ ഇൻഫോർമേറ്റീവ് ക്വസ്റ്റ്യൻ ആക്കാം, കൺഫർമേറ്റീവ് ക്വസ്റ്റ്യൻ ആക്കാം. 3 കവിതാ സമാഹാരങ്ങളും നിരവധി ഗാനങ്ങളും എഴുതിയിട്ടുള്ള ഉണ്ണിമാഷ് നമ്മുടെ സാഹിത്യവൃത്തങ്ങളിൽ അത്ര സുപരിചിതനല്ല. അദ്ദേഹം എല്ലായിടത്തു നിന്നും പിൻവാങ്ങി നിൽക്കുന്നു. ഞാൻ അങ്ങനെ സാഹിത്യകാരന്മാരെയൊന്നും കൂടുതൽ അറിയില്ല. അപ്പോൾ അതിനുള്ള ഒരു കാരണം ഞാൻ അങ്ങനെ എങ്ങോട്ടും പോകാറുമില്ല. ഞാൻ അങ്ങനെ ഒരു കവി സമ്മേളനത്തിനോ അങ്ങനെയൊന്നും ഞാൻ കഴിയുന്നിടത്തോളം പങ്കെടുക്കാറില്ല. ഞാനിങ്ങനെ എൻ്റെ ഒരു ലോകത്ത് ജീവിക്കുന്നു, എൻ്റെ കുറേ കവിതകൾ എഴുതുന്നു, ഞാൻ അങ്ങനെ എൻ്റെ ഒരു വഴിക്ക് നടക്കുന്നു. അതിൽ ചിലതൊക്കെ പുസ്തകങ്ങളാവണു, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അതുകൊണ്ട് ഒന്നും ഉണ്ടായില്ല എന്ന് വയ്ക്കുക, എന്നാലും എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. ഇനിയിപ്പോൾ നാളെ ആരും അത് വായിച്ചില്ല എന്നാലും കുഴപ്പമില്ല, ഇനി വായിച്ചു എന്നാലും നല്ലത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വളരെ ഒരു പാസീവായിട്ടുള്ളൊരു
ചിന്താഗതിയാണ് ഇതിൻ്റെ ബാക്കി റെസ്പോൺസസിനോട് എനിക്കുള്ളത്. ഭാരതപ്പുഴയുടെ കുളിരും കാറ്റും ഊഷരതയും നിത്യേന കണ്ടുകൊണ്ട് പുഴക്കേറ്റ ശാപം തൊട്ടറിയുന്നു. ഭാരതപ്പുഴ അയാൾക്ക് തന്റെ കോലായയിലൂടെ ഒഴുകുന്ന പുഴയാണ്. കണ്ണുനീർ വറ്റി കവിൽ തടം ചോർന്ന് ഒരു നീർച്ചാല് പടിയിറങ്ങുന്നു. മുതുമൊഴി ചിന്തുകൾ മൂച്ചേട്ടപ്പാട്ടെന്ന് തമ്പ്രാന്റെ വാറോല തീർത്തരുളുന്നു. ഒറ്റക്കണ്ണിട്ടെഴുതി വരവിളിത്തോറ്റങ്ങൾ മൊഴിത്തെറ്റ് കടമെടുക്കുന്നു. ഭാരതപ്പുഴ എൻ്റെയൊക്കെ ഒരു അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു കഥയിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വപ്നത്തിൽ ഭാരതപ്പുഴ പിതൃക്കളുടെ ശാപം കിട്ടിയ പുഴ. അതിനെന്താ കാരണം വെച്ചാൽ ഒരു പുഴയെ കൂടി നോക്കി സംരക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത നാടിന് പിതൃക്കളുടെ ശാപമാണ്. ഈ പുഴയിൽ നിങ്ങൾക്ക് വേനൽക്കാലത്ത് നിങ്ങൾ മാന്തി കുളിക്കട്ടെ, വർഷക്കാലത്ത് നിങ്ങൾ കുളിച്ചാൽ മാന്തട്ടെ എന്ന്. ഉണ്ണിമാഷ് ഇനിയും കവിതകളും കഥകളും എഴുതും. കൂടുതൽ നല്ല അധ്യാപകനാകും. നിശ്ചയദാർഢ്യമാണ് അദ്ദേഹത്തിന്റെ വഴികാട്ടി.